അമ്മായിമ്മ വരെ വീട്ടിൽ വരുമ്പോ മരുവ് ഇഷ്ടമല്ല. ഇതിനുണ്ട തള്ള ഇതിനുണ്ട് എന്തൊക്കെ നോക്കുന്ന വളർന്ന നോക്കുക മരുവ് ഇഷ്ടമല്ല. കൂട്ടായ്മ രൂപീകരിച്ചത് 2018 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇതിന്റെ പിറവി എന്റെ വീട്ടിൽ വെച്ച്, എന്റെ സിറ്റ് ഔട്ടിൽ വെച്ച്, ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് തോട്ടത്തിൽ അശ്രമിയോട് ഷട്ടിൽ കളിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ പേപ്പർ വായിക്കുന്നതിന് വേണ്ടി ഒരു ലൈബ്രറി എന്ന നിലയിൽ എന്റെ വീട്ടിൽ വരും. ഇവന് വരുമ്പോൾ താണിക്കൽ അശ്രഫ് ഫുട്ബോൾ കളിച്ച് ഇവര് സ്ഥാപക ഈ കൂട്ടായ്മ നിങ്ങളൊക്കെ നമ്മളെ കോർത്തിടയ്ക്കാൻ നേതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ വലിയ അഷ്റഫ് അദ്ദേഹം ഇപ്പൊ ഷീമോഗയിലാണുള്ളത്, എല്ലാം അവിടുന്ന് നിയന്ത്രിക്കണം. പിന്നെ ഉള്ളത് കക്കാട് അഷ്റഫ്. അങ്ങനെ ഞങ്ങള് ഇത് ഒരാശയം പറഞ്ഞപ്പോ തിരക്കടിലേക്ക് അംശക്കൂട്ടായ്മ രൂപീകരിച്ച ആ സന്ദർഭത്തിലാണ് ഈ ആശയം വരുന്നത്. അതിനു മുമ്പ് സൈതരവി കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ ചെറുമുക്കുണ്ടായിരുന്നു. അതാർക്കും പരിചയമില്ലാത്തൊരു കൂട്ടായ്മ. പക്ഷെ ലൗരി അംസഹാദ് നേതൃത്വം നൽകിയ മലപ്പുറം ടാഗോർ ആളിൽ വലിയൊരു സംഗമം അവര് അനൗൺസ് ചെയ്തു. ഇങ്ങനെ അംശക്കൂട്ടായ്മ പങ്കെടുത്ത അംശത്തിന്റെ പേര് പങ്കെടുത്തെന്ന് പറയും. പക്ഷെ അത് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് അവര് ഒരു 10-15 ദിവസത്തിന്റെ അകം തന്നെ അത് എടുത്തു വെച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷം നമ്മൾ ഈ ആശയം ഉൾക്കൊണ്ടിക്കൊണ്ട് ഞങ്ങൾ 5 പേരും കൂടി തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോയി പങ്കുവെക്കുകയും അങ്ങനെ അവിടെ ഈ വാട്സപ്പ് എന്ന സംവിധാനത്തിൽ കൂടി ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റീവ് ചെയ്യുകയും അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് പോയി അവിടെ നിന്ന് തുടങ്ങി 2018 ഓഗസ്റ്റ് ആണ് ഇതിന്റെ സംരംഭം തുടക്കം കുറിച്ചതെങ്കിലും 2018 ഒക്ടോബർ 28 കടപ്പുറത്ത് വെച്ച് നടന്ന മഹാസംഗമത്തിൽ കൂടിയാണ് ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അന്ന് നമുക്ക് 7000-ഓളം അഷ്റഫുമാർ ആ സംഗമത്തിൽ പങ്കെടുത്തു. ആ കടപ്പുറം നടന്ന സംഗമത്തിൽ. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് എടിയവർ ഞാൻ ജനറൽ സെക്രട്ടറിയും സ്ഥാപക പ്രസിഡന്റായിരുന്ന കളത്തിങ്ങൽ പാറ സാഹിബും ട്രഷറർ IP സാഹിബും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ ഇന്ന് നമുക്ക് 10 ജില്ലകളിൽ കേരളത്തിലെ 10 ജില്ലകളിൽ അഷ്റഫ് കൂട്ടായ്മയുണ്ട്. തിരുരങ്ങാടി എന്ന മണ്ഡലത്തിൽ നിന്നും ഈ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും എല്ലാ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ കൂട്ടായ്മ നിങ്ങൾ കൊടുത്ത ഈ ദീപം മുന്നോട്ട് പോയിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ കൂട്ടായ്മക്ക് തുടക്കം കുറിക്കാനും അത് നമ്മൾ തുടർന്നു പോകാനും ഇന്നും ഇന്നലെയും അലയുമായിക്കൊണ്ട് ഓരോ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഏതൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഈ അഷ്റഫ് കൂട്ടായ്മ മാത്രമാണെന്നുള്ളത് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളായിരിക്കും എന്തുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഇത് മഹാനായ സോക്രട്ടീസൊക്കെ റാന്തൽ കത്തിച്ചുകൊണ്ട് കോഴിക്കോടിനെ കടപ്പുറത്തൊക്കെ തെരഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാസ്കോഡ് ഗാമയൊക്കെ മനുഷ്യനാണ് തെരഞ്ഞത്. പക്ഷെ മനുഷ്യന്മാരെ ഇന്ന് സമൂഹം ഒരു മതിലിനുള്ളിലായിട്ട് വീടുകൾ ചെറിയ ചെറിയ കുടുംബങ്ങളായി മാറുമ്പോൾ എന്താണ് സ്നേഹം, എന്താണ് സൗഹൃദം, എന്താണ് കുടുംബജീവിതം എന്നൊക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് കാണിക്കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഈ അഷ്റഫ് കൂട്ടായ്മയാണ്. നിങ്ങൾക്കറിയാം, സ്വസ്ഥതയുടെ കേന്ദ്രം. എന്ത് തന്നെ, ഏത് പരീക്ഷയും, ഏത് കച്ചവടം, ഏത് പ്രോബ്ലം, ഒരു വഴി ബ്ലോക്ക്, പിന്നെ മരം വീണു, പിന്നെ വാഴത്തോട്ടം പോയി, പിന്നെ എന്ത് കൊറോണ വന്നു, ഒരു പ്രശ്നവും ആ സ്ഥലത്തുണ്ടാവില്ല. ഇന്ന് പലരും വലിയ ഭീതിയാണ്. കേരളക്കാർക്ക് 2 രോഗം ഉണ്ടെന്നാണ്. ഒരു തറവാട് മാനിയും 2 കൊട്ടാരം മാനിയും. ഇത് രോഗമാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരും, വന്നാൽ തുടങ്ങി പേരുണ്ടാക്കല്. ആ മിറ്റം പൊളിച്ചു, ഈ മിറ്റം പൊളിച്ചു, ആ പൊളിച്ചു തോളിച്ചു. ആ 2 മാസം ചെയ്യുള്ളൂ. പണിക്കാരെ കിട്ടാൻ പ്രയാസം. അതിന് നേരെ ഓട് രാവിലെ തന്നെ എന്നിട്ട് പറയും, പണിക്കാരെ കിട്ടിയില്ല, നാളെ കിട്ടിയുള്ളൂ. ഭാര്യയോട് പറയും ചോറിനായി ഉച്ചക്ക് ചോറാണം. അവസാനം ഭാര്യയ്ക്ക് ഭ്രാന്തായി. ഇയാൾ അടുത്ത 2 കൊല്ലം വീണ്ടും വരും, അപ്പോഴും കരപ്പണിയാണ്. ഭാര്യ പറ, സാറേ ഞാൻ കുടുങ്ങി. ആ കൂടി പിന്നെ 2 മാസമൊക്കെ കിട്ടുക, അന്ന് ഫുൾ ടൈം മുമ്പ് കരപ്പണിയില്ല.
പണിക്കാരാളോ വരാൻ വരില്ല. ഈ ടെൻഷനിലാണ്. അതിൽ ചൂടുമ്പോൾ അതിൽ പണിക്കാരെ ഉടലുമാണ്, ചാണ്ടലുമാണ്, സിമെന്റുമാണ്, എല്ലാം അവസാനം കഴിഞ്ഞു. ബാക്കി ഭ്രാന്തരാണ്. നിങ്ങൾ അവിടുന്ന് പലപ്പോഴും നമ്മളെ വീടുകളിലത്തെ സ്ത്രീകളൊക്കെ മനോരോഗികളാണ്. പഠിക്കേണ്ടതുണ്ട് അവിടെ. കാരണം കൊട്ടാരമാനിയാണ്. ഞാൻ വീടുണ്ടാക്കുന്നല്ല പറഞ്ഞ അർത്ഥം. അപ്പൊ ഇതിനിങ്ങനെ ഓവറായിട്ട് ഇതിന്റെ പിലറൈസേഷൻ പറയാറ് ഒരു ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ. അത് പഠനമായാലും അങ്ങനെ തന്നെയാണ്. ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയല്ല മനുഷ്യന് വേണ്ടത്. ആ മനുഷ്യൻ സമൂഹമുണ്ട് എന്നുള്ളത്. എന്നാണ് വലിയ പെരണ്ടാക്കിയ ഗേറ്റ് അടച്ച് ആരും കാണും കേൾക്കും ഒന്നുമില്ല. അമ്മായിമ്മ വരെ വീട്ടിൽ വരുമ്പോ മരുവ് ഇഷ്ടമല്ല. ഇത് ഇരുണ്ട തള്ള എന്തൊക്കെ നോക്കുന്ന വളർന്ന നോക്കുക. മരുവ് ഇഷ്ടമല്ല. അമ്മായിമ്മ വരെ വരുന്നത്, അമ്മാഷാക്ക വരുന്നത്, ആരും വരുന്നത് ഇഷ്ടമില്ല. അതാണ് ഒരു പ്രത്യേക മാനിയിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ എവിടെയാണ് അള്ള പറയുന്നത്? അതിനെന്താ അതിനർത്ഥം രോഗങ്ങൾ കൂടും. ഇന്ന് 70% സ്ത്രീകൾക്കാണ്, 70% സ്ത്രീകൾക്ക് PCOD ആണ്. 18 വയസ്സായ പെൺകുട്ടികളെ കൗൺസിൽ തന്നെ സാറേ വിവാഹത്തിന് വരുന്ന മോളെ വിവാഹം കഴിക്കണം, പക്ഷെ എന്തില്ല, പീരിയഡ്സ് ഇല്ല. എങ്ങനെ കഴിപ്പിക്കാം? ലക്ഷങ്ങൾ ചെലവഴിച്ചു, നിംസുപിന്റെ MRI സ്കാൻ ചെയ്തു, ഒരു ആയുർവേദം കുടിച്ചു, ഒരു അലോപ്പതി കുടിച്ചു, 10 മാസം തുടങ്ങിയ ചികിത്സയാണ്. നമ്മൾ കുട്ടിയെ ചെക്ക് ചെയ്യുമ്പോൾ കാണാം. കാരണം മനഃശാസ്ത്രം പറയുന്നുണ്ട്, ബിഹൈൻഡ് എവരി ബിഹേവിയർ there is a belief system. ഇംഗ്ലീഷ് പിന്നെ ഇടങ്ങാറാകണ്ട, മലയാളം പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ പെരുമാറ്റത്തിന് പിന്നിലും നിങ്ങളുടേതായ ഒരു മുൻകാലത്തിൽ ഒരു ചിന്ത മുമ്പിലുണ്ടാകും. ഒന്നും തെളിയിച്ചു പറഞ്ഞാൽ നമ്മുടെ മൊബൈലില് സിം കാർഡ് ഉണ്ട്. ആ സിം കാർഡ് ഏതെല്ലാം ഡാറ്റ സേവ് ചെയ്തോ ആ സിം കാർഡ് എടുത്തിട്ട് ഏത് ലോകത്ത്, ഏത് രാജ്യത്ത്, ഏത് മൊബൈൽ ഇട്ടാലും അതേ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ കുട്ടികൾക്ക് നല്ല ഡാറ്റ നൽകേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും കുട്ടി എറണാകുളത്ത്, കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ പീഡിയാട്രിക്സ്, അതായത് കുട്ടികളുടെ ഡോക്ടർമാരുടെ സമ്മേളനം നടന്നപ്പോൾ അവിടെ പറഞ്ഞെന്താണ്, ഒരു LKG പഠിക്കുന്ന കുട്ടി 12ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്കും ദിവസേന 1 മണിക്കൂർ ടിവിയോ മൊബൈലിലോ കാണുകയാണെങ്കിൽ 20,000 കൊലപാതകം കുട്ടി കാണാനിടയാവുന്ന 22,000 വിവസ്ത്ര രംഗങ്ങൾ, അത്രത്തോളം മാനഭംഗം കുട്ടി കാണാനിടയാവുന്ന ആ മനുഷ്യന്റെ പ്രകൃതമുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ സിഗസർ വെച്ചിരിക്കുകയാണെങ്കിൽ എന്റെ 2 വയസ്സായ കുട്ടിയെ ആ സിഗസർ കുട്ടി ഒന്ന് വെച്ചു നോക്കും. വല്യമ്മ നിസ്കരിക്കുന്ന കണ്ട കുട്ടി ഇങ്ങനെ കണ്ടു, കുട്ടി അനുകരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് LKG പഠിക്കുന്ന കുട്ടികൾ വരെ വേണ്ടാത്തത് ചെയ്ത് ഒരു കൗൺസിലുണ്ട്. ഇവിടെ കാര്യം ഉമ്മ തല്ലും, ഉപ്പ തല്ലും. അതാണ് കുട്ടിയല്ല ഉത്തരവാദി, കുട്ടിയല്ല പ്രശ്നം, കുട്ടിയാണ് പ്രശ്നം. എന്നിട്ട് ഒരു ന്യൂറോല് അവൻ മുമ്പ് കണ്ടതോ കേട്ടതോ തൊട്ടതോ മണത്തോ രുചിച്ചതായ ഡാറ്റ അവിടെ ഫോമിലുണ്ട്. ഇനി അത് ആ ഡാറ്റ മാറ്റാൻ മൊബൈൽ ഡിലീറ്റ് ചെയ്യാം. 5 കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മതം ഇസ്ലാം എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മുസ്ലിം അല്ല. ഏറ്റവും പ്രാധാന്യം മതം ഇസ്ലാമാണ്. 1 ഭക്ഷണം, 2 വസ്ത്രം, 3 സംഗീതം, 4 നിങ്ങളുടെ സുഗന്ധം, 5 ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടാവും സെക്സ്. ഇതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. 5 കാര്യങ്ങൾ ഇതിന് ഭയങ്കര പവിത്രതയാണ്. ലൈംഗിക വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വിവാഹം കഴിച്ചാൽ സ്വർഗം എന്ന പ്രവാചകം പറഞ്ഞത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞത്. നേരെ മറിച്ച് അല്ലാത്തവനാണെങ്കിലോ 100 അടി അടിക്കണം. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാണ്. പക്ഷെ സ്വർഗം കിട്ടണം. ഒരിക്കൽ 3-4 സഹാബാക്കൾ വന്നു, അള്ളാഹുവിന്റെ പ്രവാചകനെ ഞങ്ങൾക്ക് ഇന്ന ആളുകൾ പോലെയൊന്നും സ്വർഗം കിട്ടാൻ സാധ്യതയില്ല, അവർക്ക് ഇഷ്ടംപോലെ സദക്ക കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഞങ്ങൾക്ക് പണമില്ല. പ്രവാചകൻ പറഞ്ഞ മറുപടി നഗർ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ദാമ്പത്യം പുലർത്താറില്ലേ? സുഹൃത്ത് കിട്ടുന്ന പ്രവാചകൻ. ഇന്ന് ദുബായിലൊക്കെ 25,000 ദിർഹം ശമ്പളത്തിൽ നിന്നിട്ട് പോലും ഒരേ മുറിയിൽ ഭാര്യയും ഭർത്താവും തൊടാതെ കിടക്കുന്നുണ്ട്, വാശി പിടിച്ചിട്ട്. അതിന് തൈറോയ്ഡൊക്കെ പിടിച്ച് ഇടങ്ങാൻ മിക്കാളും തൈറോയ്ഡ്, മുടികൊഴിയ, അൾസറ്, PCOD. എന്താ കാരണം? മനസ്സിലേക്ക് നിരാശ, ദുഃഖം, സങ്കടം, ഭയം, ഉത്കണ്ഠ, ആകാംക്ഷ, വിചിത്രത, പ്രണയം, ഒളിപ്പിച്ചു വെക്കൽ. ഇന്ന് മിക്ക കുട്ടികളും 10 ക്ലാസ് പ്രണയം, 8 പ്രേമം, 10 വേറെ പ്രേമം, +2 വേറെ പ്രേമം, ഡിഗ്രിക്ക് വേറെ പ്രേമം, അവസാനം വേറെ ദോഷം അങ്ങനെ കിട്ടും. കഴിയില്ല മനുഷ്യൻ. നിങ്ങൾ ആക്സസ് മുഴുവനുണ്ട്, ഒന്ന് കഴിയട്ടെ. നിങ്ങൾ കണ്ട് കാര്യമില്ല. കോളേജിൽ നമ്മൾ ക്യാമ്പസിലൊക്കെ വെല്ലുവിളിക്കല. മേഡം കുറ്റിപ്പുറം കോളേജിൽ
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒക്കെ ക്ലാസ്സുകാർ പോലുണ്ട്. എന്റെ പ്രധാന ഓഡിയൻസ് യുവാക്കളാണ്. എന്താണ് പ്രണയം എന്ന് പറയുന്നത്? അത് എതിരല്ല, ഏറ്റവും നല്ല സെക്സ് എന്നാണ് പറയുന്നത്. അത് ഖുർആൻ തന്നെ പറയാണ്, ബുദ്ധിയുള്ളവരെ അവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് നിങ്ങൾ ഇണയിലൂടെയാണ് നിങ്ങൾക്ക് സ്വസ്ഥത, പ്രണയം, കാരുണ്യം ലഭിക്കുകയുള്ളൂ. അവിടെയാണ് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കാത്തിരിക്കുന്നത്. അവിടെയാണ് മറ്റതില്ല. ഇന്നിപ്പോ എന്താ പേര്, സ്വപ്ന സുരേഷ് അല്ലെ സരിത പറയാണ് 10 പേരെ പേര് കൂടി വെളിപ്പെടുത്താണ്ട് നാളെ പ്രസ് കോൺഫറൻസ് വിളിച്ചാൽ വെളിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ആ ഉള്ളവർക്ക് തോന്നിയ ടെൻഷൻ? വിളിക്കും, എന്റെ പേരെ പറയുമോ ടെൻഷൻ പോകും. ലക്ഷങ്ങൾ കൊടുക്കാതെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ഏൽപ്പിക്കും ചിലപ്പോ. അവിടെയാണ് ആലോചിക്കേണ്ടത്. അതാണ് മനുഷ്യന് മാത്രമേ പ്രയക്കുള്ളൂ. നമ്മുടെ വീട്ടിലെ പട്ടി, പൂച്ച ഒന്നുമില്ല. നമ്മുടെ ഓരോ ദാമ്പത്യത്തിനും ഓരോ നല്ല പ്രയക്കം നിൽക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും കൈവശം ഞാൻ നല്ല പുസ്തകം കൊടുത്തു. ലോകത്തിൽ ഒരു ജന്തുജാലക്കും അല്ലാഹു ഗ്രന്ഥം കൊടുത്തിട്ടില്ല. നമ്മൾ ഒരു മൊബൈൽ പോകുമ്പോൾ ഒരു പുസ്തകം കിട്ടും, ഒരു കാറ്റോ, ഒരു സിൽക്ക് ചുരിദാർ ഉണ്ടാവും, ഒരു കമന്റ് ഉണ്ടാവും. ആദ്യത്തെ അലക്കൽ നിങ്ങൾ തല്ലി അലക്കരുത്, ബ്രേക്കിംഗ് ചെയ്യാം. ഒരു പെണ്ണ് തീരുമാനിച്ചു, ഞാൻ കാശ് കൊടുത്ത ചുരിദാറാണ്, ഞാൻ തല്ലിട്ട് തന്നെ അലക്കുള്ള സാധനം കിട്ടും. അതേപോലെ നിങ്ങൾ ഇഷ്ടത്തിൽ ചെയ്യരുത്. അത് ഖുർആൻ പറയുന്നുണ്ട്, ഹവ, മനുഷ്യന് സ്വന്തം ഇഷ്ടം ചെയ്യാൻ പാടില്ല. ചിലവർ എന്റെ ഇഷ്ടല്ലേ, കല്യാണം കഴിഞ്ഞുണ്ടാവും ഭാര്യ പറയും എന്റെ ഇഷ്ടല്ലേ, ഞാൻ പഠിച്ചാൻ പോകും, ഞാൻ പഠിച്ചാൻ പോകും കോളേജ്. ഭർത്താവ് പണിയൊക്കെ ഞാൻ പോകും, ഞാൻ കണ്ടു ചേർക്കെന്താ എന്റെ പൈസ ഉണ്ടല്ലേ. അത് പാടില്ല. നമുക്ക് സാമൂഹ്യം ഘടനയുണ്ട്. അതാണ് ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലഅഖീഹി മാ യുഹിബ്ബു നഫ്സിഹി. നമ്മളെ പേരാ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബിക്കും ഫി റസൂലിൽ ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകരിൽ റോൾ മോഡൽ ഉണ്ട്, മാതൃകയുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സഹോദരനും ആരാച്ചലും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ആരും വിശ്വാസമാവുകയില്ല എന്നുള്ളതാണ്. ഇന്ന് പല അമ്മായിമാർക്കും ഇഷ്ടമില്ലാതെ മരുമക്കൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ പഠിക്കാൻ പോകണല്ലോ നടത്തോ, അമ്മായിമാർ ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾ കാണാം. പല ഭാര്യമാർക്കും ഇഷ്ടമില്ലാതെ ഭർത്താക്കന്മാർ ഗൾഫിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിലിപ്പീൻസ് ഉണ്ടാവില്ലേ, എന്നാൽ ഞാൻ അവിടെ നോക്കിക്കോളും. എത്ര ഇതൊക്കെ വരുന്നതൊക്കെ അറിയും. ഇന്നൊരു ഭാര്യ 10-30 പാവം വരെ കണ്ണു കൊടുക്കുകയാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തൂല. അവന്റെ അള്ള പറഞ്ഞതാണ്, എന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഇണകളാക്കണത് എന്നുള്ളതാണ്. ഈ ദൃഷ്ടാന്തം പറഞ്ഞ അർത്ഥം, നമ്മൾ വീട്ടിലൊക്കെ ഉമ്മമാര് പിന്നെ നിലക്ക് അടിച്ചു വാരി വൃത്തിയാക്കും. അപ്പൊ കുട്ടി രാവിലെ മറസൂട്ട് വരും ഒരു 9 മണിക്ക്. കുട്ടി മൈൻഡ് ചെയ്യില്ല, കുട്ടി ഓടി നടക്കും. ഉണങ്ങിയിട്ടില്ല, ഇല്ല എന്റെ കാലിന് ചെടിയില്ലല്ലോ, ഓടാർന്ന് എന്റെ അടയാളല്ല, അതിന്റെ അടയാളം തെളിവ് കൊടുക്കുക. അത് അതിന് ആയാത്തെന്ന് പറയാം. അത് അള്ള പറഞ്ഞതാണ്, നിങ്ങളെ ഞാൻ ഇണയാക്കിയത് എന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്നോ ദിവസം അത് നിങ്ങൾ ആദമോ ഹവ്യാവും പോവുകയാണ്. എന്തിനാണ് പറയണത്? 1 ട്രാങ്ക്വാലിറ്റി, 2 കോമ്പാനറ്റ് ലവ്, 3 കൈൻഡ്നസ്, 1 സ്വസ്ഥത, 2 പ്രണയം, 3 കാരുണ്യം. ഇത് 3മാണ്. ഇത് വേറെ ഒരു വിഭാഗങ്ങള് കിട്ടുകയില്ല. അതാണ് ഇസ്ലാം പറഞ്ഞത്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മതം ഇസ്ലാമാണ്. അതിൽ വയസ്സില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല. ആയിരം കാതങ്ങളിക്കരേ ഇങ്ങരേ നാട്ടിൽ ആരറിയാൻ എന്റെ വേദന ഈ മഴച്ചുടുകാട്ടിൽ. ആയിരം കാലങ്ങളിക്കരേ ഇങ്ങരേ നാട്ടിൽ ആരറിയാൻ എന്റെ വേദന ഈ മഴച്ചുടുകാട്ടിൽ.
ഞാൻ അലയുന്നു ജീവിതമേ ചൊരിവിടെ കാലവും കഴിയുന്നു ആയിരം കാലങ്ങളിക്കരേ ഇങ്ങറേ നാട്ടിൽ ഏതു നേരം എന്റെ ഭാര്യ മക്കളെ ഞാനോർത്തു ഏതു ഭാരം ഏറ്റെടുത്തു പേരിടും മുതുകേർത്ത് ആഗ്രഹങ്ങളിൽ പലതും മാറ്റിവെച്ച് കൊണ്ടുകൊണ്ട് ആശ്രയിക്കുന്നോർക്കു വേണ്ടി കാശയക്കുന്നു ആഗ്രഹങ്ങളിൽ പലതും മാറ്റിവെച്ച് കൊണ്ടുകൊണ്ട് ആശ്രയിക്കുന്നോർക്കു വേണ്ടി കാശയക്കുന്നു നാട്ടിലെന്ന് പോയതാൽ ഞാൻ ഒറ്റയാനായി തീർന്നു വീട്ടിലോ മക്കളിൽ ഞാൻ അങ്ങനെ പോലന്ന് ഓർമ്മയില്ലേ ഇതാണ് നിങ്ങളുടെ പിതാവ് ഒപ്പുമക്കളിൽ സ്വകാര്യം ചൊന്നതോ മാതാവ് ഓർമ്മയില്ലേ ഇതാണ് നിങ്ങളുടെ പിതാവ് ഒപ്പുമക്കളിൽ സ്വകാര്യം ചൊന്നതോ മാതാവ് ആയിരം കാലങ്ങളിക്കരേ നിങ്ങളുടെ നാട്ടിൽ ആരറിയാൻ എന്റെ വേദന ഈ മണച്ചുകാട്ടിൽ വേർപ്പൊഴുകും പാപ്പയെന്നും ഭാവനയിൽ നിന്ന് വേർപിരിഞ്ഞ നാൾ മുതൽ നീരുകാരൻ തന്നെ വേർപ്പൊഴുകും പാപ്പയെന്നും ഭാവനയിൽ നിന്ന് വേർപിരിഞ്ഞ നാൾ മുതൽ നീരുകാരൻ തന്നെ കണ്ണറിയായൊഴുകും കണ്ണീര് കണ്ടറിയണം പ്രവാസ ജീവിതമുള്ളോര് കണ്ണറിയാതെ ഉയർന്നൊഴുകും കണ്ണീര് കണ്ടറിയണം പ്രവാസ ജീവിതമുള്ളോര് ആയിരം കാലങ്ങളിക്കരേ ഇങ്ങറെ നാട്ടിൽ ആരറിയാൻ എന്റെ വേദന ഈ മണച്ചുടുകാട്ടിൽ മാഷാ അല്ലാഹ്. തിരൂരങ്ങാടി നിയോജക മണ്ഡലം അഷ്റഫ് കൂട്ടായ്മക്ക് ചെട്ടിപ്പടിയിൽ നിന്ന് കിട്ടിയ മുത്ത് CP അഷ്റഫ് സാഹിബ്. പ്രിയരെ, അഷ്റഫ് സാഹിബിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. എല്ലാ നേരവും നീക്കിടുന്നു കൈകൊമ്പിൽ റബ്ബ് റഹീമേ മുന്നിൽ എല്ലാ നേരവും നീക്കിടുന്നു കൈകൊമ്പിൽ ജഗന്നാഥനല്ല ജയമരുളല്ല ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തീർത്തവരല്ല ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തീർത്തവരല്ല ജല്ല ജലാലേ റബ്ബ് റഹീമേ മുന്നിൽ എല്ലാ നേരവും നീക്കിടുന്നു കൈകൊമ്പിൽ ജഗന്നാഥനല്ല ജയമരുളല്ല ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തീർത്തവരല്ല ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തീർത്തവരല്ല
വാഴുന്ന ഈ ദുനിയാവിൽ പൊങ്ങി പൊങ്ങിപ്പോയി കല്ലുകളെന്നോ എന്നും കതിരുകൾ വാരി കൂട്ടിപ്പോയി നിന്റെ സലാമിൻ വഴികളറിയാതെ തെറ്റിപ്പോയി നിത്യം നിന്റെ ഇരയ്ക്കായി ഇപ്പോൾ മാഫില ഓതുകയായി മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലർവണിയിൽ പാർപ്പിറവതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറഞ്ഞിറങ്ങാൻ സുന്ദരി അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റവും വലിയ സുന്ദരി ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. ഇതായിരുന്നു നേരത്തെ ഡോക്ടറോട് പറഞ്ഞത്. കെട്ടിയ അന്നവൾ ഒരു ഘട്ടം വരെ ദാമ്പത്യ സ്വർഗ ഭൂമിയിൽ വിരഹിച്ചു പ്രണയഗാഥ. ഇന്ന് കെട്ടറുത്താലും ഒഴിഞ്ഞു മുട്ടറുത്താലും ഒഴിഞ്ഞു കിട്ടാത്തൊരു മഹാപ്രേതബാധ. ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജ നിധിയേ മറയാത്ത മണ്ണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറൊലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറൊലിയേ മെഹബൂബിൽ ബാക്കിയ മൊഴിയൊത്തിൻ ചെയ്യ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറൊലിയേ സ്വർഗീയ പൂന്തോപ്പേ താലോലം താരാട്ടെ മധുരാകാശത്തോരം പോലെ ബെഞ്ചമിൻ ജസീറ ഈ കൂട്ടായ്മക്ക് ജന്മം നൽകിയ ഈ തിരുവങ്ങാടി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിന് 1000 അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് സൗദി നാഷണൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. തിരുവങ്ങാടി മണ്ഡലം അഷ്റഫ് കൂട്ടായ്മ സംഘടിപ്പിച്ച അഷ്റഫ് കുടുംബ സംഗമം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉള്ളണത്തിൻ്റെ പ്രിയ ബ്ലോഗർ എ ടി നൗഫലിന് എൻ്റെ പേരിലും അഷ്റഫ് കൂട്ടായ്മയുടെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.